അല്ലെങ്കിൽ നാളെ രാവിലെ ബോംബെയിലേക്ക് പോകുവാനോ തിരുവനന്തപുരത്ത് പോകുവാനോ മംഗലാപുരം എയർപോർട്ടിൽ പോയാൽ അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ അവിടെ പറയും മലബാർ എക്സ്പ്രസ് 2 മണിക്കൂർ വൈകി ഓടുന്നു. എന്നാൽ നേരെ ഫ്ലൈറ്റിന് പോകാമെന്ന് വിചാരിച്ച് മംഗലാപുരത്ത് പോയാൽ അവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ടാകും ജനിച്ചിട്ട് ഇന്നേ വരെ കൃത്യസമയത്ത് പറഞ്ഞ സമയത്ത് പോകാത്ത നമ്മുടെ മഹത്തായ എയർ ഇന്ത്യ 2 മണിക്കൂർ ലേറ്റായിട്ടാണ് പറഞ്ഞത്. ബസ്സിന് പോകാമെന്ന് വിചാരിച്ച് കാസർഗോഡ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ വന്നാൽ അവിടെയും കാണാം ഇന്നേ വരെ കേരളപ്പിറവിക്ക് ശേഷം ഇന്നേ വരെ ലാഭത്തിലാവാത്ത നമ്മുടെ KSRTC ടയറ് തന്നെ ഊരിയിട്ട് പോകാനുള്ള ബസ് കട്ടപ്പുറത്താണ്. എല്ലാവർക്കും അറിയാം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ കേരള എക്സ്പ്രസ് രാവിലെ 4 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടാൽ 4:45 കൊല്ലം, 6 മണിക്ക് കോട്ടയം, 7:40 തൃശൂർ, 8:35 ഒറ്റപ്പാലം. അങ്ങനെ പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ പോകുന്ന കേരള എക്സ്പ്രസ് പിറ്റേ ദിവസം പിറ്റേ ആഴ്ച തിരിച്ച് തിങ്കളാഴ്ച 10 മണിക്കാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തുക. ഇന്നേ വരെ കേരള എക്സ്പ്രസ് തിങ്കളാഴ്ച 10 മണിക്ക് ഇതേവരെ എത്തിയിട്ടില്ല. ഒരു ദിവസം യാത്രക്കാരൊക്കെ നിൽക്കിയപ്പോ ആ സമയത്ത് തിങ്കളാഴ്ച കൃത്യം 10 മണിക്ക് കേരള എക്സ്പ്രസ് എന്ന നമ്മുടെ അഭിമാന ട്രെയിൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി. യാത്രക്കാരെല്ലാവരും കൂടി ആദ്യമായി കൃത്യസമയത്ത് കേരള എക്സ്പ്രസ് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് എത്തിയ എഞ്ചിൻ ഡ്രൈവർക്ക് ഒരു സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ചു. അവരെല്ലാവരും കൂടി അടുത്ത് കണ്ട പൂക്കടയിൽ നിന്നൊരു പൂമാല വാങ്ങി എഞ്ചിൻ ഡ്രൈവറിന്റെ കഴുത്തിലിട്ട് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, എന്താ ഇങ്ങനെ ഒരു സ്വീകരണം? അത് ആദ്യമായി കേരള എക്സ്പ്രസ് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് 1 മിനിറ്റ് പോലും ലേറ്റ് ആവാതെ ഇവിടെ എത്തിച്ചതിന് ഞങ്ങൾ നിങ്ങൾക്കൊരു സ്വീകരണം തരികയാണ്. അപ്പൊ പുഞ്ചിരിച്ചുകൊണ്ട് എഞ്ചിൻ ഡ്രൈവർ പറഞ്ഞു, അത്രേ നിങ്ങൾക്ക് തെറ്റിപ്പോയി, സാധാരണ ഇത് 2 മണിക്കൂറൊക്കെ ലേറ്റായ വരിക, ഇപ്രാവശ്യം ഒരാഴ്ച ലേറ്റായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച 10 മണിക്ക് വരേണ്ട സാധനമാണ് ഈ തിങ്കളാഴ്ച 10 മണിക്ക് വന്നത്. മനുഷ്യ ജീവിതത്തിൽ എല്ലാം വൈകും, വൈകാത്തതൊന്നു മാത്രമേ ഉള്ളൂ. എത്ര നോക്കിയാലും വൈകും. ഏത് കൃത്യ സമയക്ലിപ്തതയോടെ കടികാര നിർബന്ധതയോടെ വെച്ചാലും ഏത് നിശ്ചയിച്ച സമയത്ത് നിർവഹിക്കാൻ കഴിയില്ല. മെട്രോ ഹാജി ആകെ കൃത്യസമയത്ത് വരുന്ന ഒരൊറ്റ പ്രതിഭാസമേ ഉള്ളൂ. അതാണ് അള്ളാഹു നിങ്ങളുടെ ആയുസ്സിനെ അവസാനിപ്പിച്ചാൽ ഏത് സമയത്തും 1 മിനിറ്റ് പോലും പിന്തുകയുമില്ല, 1 മിനിറ്റ് പോലും മുന്തുകയുമില്ല. കടികാര നിർബന്ധ സൂചിയോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, അത് മരണദൂതനാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ സൂചിപ്പിക്കുമ്പോ അള്ളാഹു നിശ്ചയിച്ച ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ ഏത് സമയത്താണോ വരാൻ തീരുമാനിച്ചത് ആ തീരുമാനിക്കുന്ന സമയത്ത് വൈകാതെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന മലയാളത്തിന്റെ സാഹിത്യകാരൻ MG തന്നെ മഞ്ഞെന്ന നോവലിൽ സൂചിപ്പിച്ചതുപോലെ രംഗബോധമില്ലാത്ത കോമാളി. മരണത്തെക്കുറിച്ച് MG പറഞ്ഞത് അങ്ങനെയാണ്, രംഗബോധമില്ലാത്ത കോമാളി. ക്ഷണിക്കപ്പെടുന്ന ഒരതിഥിയെ പോലെ കടന്നു വരുമ്പോ ആ കടന്നു വരുന്ന അതിഥിയെ സ്വീകരിക്കാൻ നന്മകളുടെ ഒരു കൂമ്പാരവുമായി കാത്തിരിക്കുക എന്ന ഒരു ദൗത്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് ഭംഗ്യന്തരേണ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു നാം ഇവിടെ ഇരുന്ന സമയങ്ങൾ, നാം ചൊല്ലിയ സലാത്തുകൾ, നാം പറഞ്ഞ ദിക്റുകൾ, നാം കൊടുത്ത സദഖകൾ, നാളെ പരലോകത്തിലേക്ക് അസ്രായിലിന്റെ കൂടെ റൂഹ് ആത്മാവ് വിട പറഞ്ഞു പോകുമ്പോ ആ സമയത്ത് പരലോകത്ത് മീസാൻ എന്ന ത്രാസിൽ ഏറ്റവും ഭാരമേറിയ ഒരു നന്മയായി അള്ളാഹുവേ ഞങ്ങൾക്കിത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ എന്ന ദുആയോട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഖുർആൻ സാധിച്ച വിപ്ലവം എന്ന ശീർഷകത്തിന്റെ കീഴിൽ ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ പ്രഭാഷണത്തിലോട്ട് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഇന്നലെ വളരെ അനുഗ്രഹീതമായ സദസ്സിൽ ഖുർആനുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് എനിക്ക് അഭിമാനമുണ്ട്. ഇന്നലത്തെ പ്രഭാഷണം കേട്ട എല്ലാ സഹോദരങ്ങളും ഇതേവരെ കേൾക്കാത്ത കുറെ അറിവുകൾ, അള്ളാഹുവിന്റെ ഖുർആനിനെ പരിചയപ്പെടുത്തുവാനുള്ള ചില സാധ്യതകൾ, ആ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടിയത് കൊണ്ടാണ് ഇന്ന് നഗരി നിറഞ്ഞു കവിഞ്ഞ സമാപന സമ്മേളനത്തിന്റെ അവസാന ദിവസം ഈ സഹോദരങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. സ്വാഭാവികമായി ഇന്നലെ കുറെ ശാസ്ത്രവും സയൻസും ഒക്കെ പറഞ്ഞതുകൊണ്ട് സ്ത്രീകൾ കുറയും ഇന്ന് എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആ ധാരണകളെയൊക്കെ തകിടം മറിച്ച് ഈ മൈതാനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഇതൊരു ഖുർആനിക വിപ്ലവത്തിന്റെ, ഇന്ന് രാത്രി ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനെ നമ്മുടെ ജീവിതത്തിന്റെ ആമുഖ പുസ്തകമായി
അല്ല, ഇൻഷാ അല്ലാഹ് ഇന്ന് പരലോകമെന്ന ഏറ്റവും മഹത്തായ മരണശേഷം വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, അതിനെ അല്ലാഹുവിന്റെ ഖുർആൻ പരലോകത്തെ കുറിച്ചുണ്ടായിരുന്ന അന്ധവിശ്വാസത്തിന്റെ ധാരണകളെ തകിടമറിച്ചുകൊണ്ട് ഏതൊരു മനുഷ്യന്റെയും അന്വേഷണത്തിന്റെ യുക്തിക്ക് ഉതകുന്ന രീതിയിൽ അല്ലാഹുവിന്റെ പരലോകത്തെ ലോകത്തിന്റെ മുമ്പിൽ സമ്മതിച്ചു കൊടുക്കുമ്പോ ആ പരലോകത്തിലൂടെ സഞ്ചരിച്ച് അവസാന സ്വർഗ നരകങ്ങളെ നമ്മുടെ മനസ്സിന്റെ മുമ്പിൽ എടുത്തി പിരിയാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ പരിചയപ്പെടാൻ കിട്ടിയ ഇങ്ങനെ ഒരു സദസ്സ് അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയിൻ. അമർഷമൊക്കെ കളിച്ച് താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല, നേരത്തെ നിർത്തില്ല. അതുപോലെ ഒരൽപ്പം താമസിച്ചാൽ ആ താമസത്തിന്റെ പേരിൽ ഞാൻ എന്റെ വിഷയം തീരാതെ നിർത്തിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുവാനും കേൾക്കുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൈക്കൊന്നുകൂടി ശരിയാക്കും. തുറക്കണ്ട വിനോദ. എല്ലാരും മൊബൈലൊക്കെ ഓഫാക്ക്. ഇതെന്റെ നിർദ്ദേശമല്ല, ഇത് ഖുർആന്റെ നിർദ്ദേശമാണ്. ഞാൻ ഖുർആന്റെ വെളിയിൽ നിന്ന് സംസാരിക്കാറില്ല. ഇതാ കുരി അൽ ഖുർആൻ, ഒരാളുടെ മുമ്പിൽ ഖുർആൻ ഓതപ്പെട്ടാൽ 2 ജോലിയെ പാടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ. അത് മറ്റൊന്നുമല്ല, ഇതാ കുരി അൽ ഖുർആൻ, ആരുടെയെങ്കിലും മുമ്പിൽ ഖുർആൻ പറയപ്പെട്ടാൽ ഫസ്തമിഊ ലഹു, നിങ്ങൾ അതിനെ ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്നാമത്തെ ജോലി. ശ്രദ്ധിച്ചു കേൾക്കണമെങ്കിൽ ഈ സാധനം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കേൾക്കാൻ പറ്റില്ല. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇതാണ് ഏറ്റവും വലിയ ദജ്ജാലെന്ന്. അള്ളാനെ മറപ്പിക്കുക എന്നതാണ് ദജ്ജാലിന്റെ ജോലി. നിസ്കരിക്കാൻ വേണ്ടി കൈകൾ സലാം വീട്ടിയാൽ ഉടനെ സുബ്ഹാനല്ലാഹ് പറയേണ്ടതിന് പകരം ആദ്യം നമ്മൾ അൺലോക്ക് എടുത്തിട്ട് അൺലോക്ക് ചെയ്യും. ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? എന്നാ ഒരാളും വിളിച്ചിട്ടുണ്ടാവില്ല. വെറുതെ ഒന്ന് നോക്കണം. അതൊരു വലിയ ഒരു ദജ്ജാലാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ 2 ജോലിയെ പാടുള്ളൂ. ഒന്ന് ഫസ്തമിഉ ലഹു, ശ്രദ്ധിച്ചു കേൾക്കുക. 2 വഅൻസിതു ലഹു, ആ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കുക. എന്നാൽ ലഅല്ലക്കും തുർഹമൂൻ, സുബ്ഹാനഹു വ തആല പറയുകയായി 2 കാര്യങ്ങൾ ചെയ്താൽ ലഅല്ലക്കും തുർഹമൂൻ, അള്ളാഹു നിങ്ങൾക്ക് അവന്റെ അനുഗ്രഹം നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ. ആ അനുഗ്രഹം സിദ്ധിക്കുന്ന മഹാഭാഗ്യവാലികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 1400 വർഷങ്ങൾക്കപ്പുറം ഞാൻ ഒരു ആമുഖത്തിലോട്ട് കിടക്കുന്നില്ല. ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി ഈ പ്രപഞ്ച ലോകത്ത് അള്ളാഹുവിന്റെ ഖുർആൻ നിർവഹിച്ച ഏറ്റവും വലിയ ഒരു സാധ്യതാ വിപ്ലവത്തിന്റെ, ലോകത്താർക്കും നിർവഹിക്കാൻ കഴിയാത്ത, ഒരു ഗ്രന്ഥങ്ങൾക്കും നിർവഹിക്കാൻ കഴിയാത്ത അപാരമായൊരു വിപ്ലവമാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സാധിപ്പിച്ചത്. ആകാശത്തേക്ക് ഒരു മുളങ്കമ്പ് വെച്ചിട്ട് പോലും ഹിറാ ഗുഹയുടെ മറുഭാഗത്തിരുന്ന് ആകാശത്തേക്ക് നോക്കാൻ ഒരു വാന നിരീക്ഷകൻ പോലും ഇല്ലാതിരുന്ന അബൂജഹലിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയുമല്ലോ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 6-ാം നൂറ്റാണ്ടിൽ മക്കയിലേക്ക് വരുമ്പോൾ സാക്ഷരതാ വെറും 2%. നിങ്ങൾ ചിന്തിക്കണം, ആകെ വെറും 2%. 100 പേരുണ്ടെങ്കിൽ അതിൽ 98 പേർക്കും വായിക്കാൻ അറിയാത്ത, എഴുതാൻ അറിയാത്ത ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് ആകാശത്തെ പറയുവാനും അസ്ട്രോണമിയെ പറയുവാനും ബയോളജിയെ പറയാനും പഠിക്കുന്ന ഒരു ഗ്രന്ഥവുമായി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവതരിപ്പിച്ച വിശുദ്ധമായ ഖുർആൻ വരുമ്പോ 2% മാത്രം സാക്ഷരതയുള്ള ഒരു ജനതയുടെ മുമ്പിലേക്ക് ഹിറാ ഗുഹയുടെ ഇരുളിടന്ന ഇടനാടുകളിൽ നിന്ന് ആദ്യമായി ഖുർആൻ ഇറങ്ങുമ്പോ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ആദ്യമായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്തോട് പറഞ്ഞത് അബൂജഹലിനോട്, മുത്തുബത്തിനോട്, ശൈബത്തിനോടും അടക്കമുള്ള അള്ളാഹുവിനെ വിശ്വസിക്കുന്ന കഅബാലയത്തിന്റെ വാതിൽക്കലിൽ പല കോടി കരിങ്കൽ ദൈവങ്ങളെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു വെച്ച
അബൂജഹലിനോട് കൂട്ടരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തത് സ്വർഗത്തെ കുറിച്ചല്ല, നരകത്തെ കുറിച്ചല്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ലോകത്ത് സാധിച്ച ഏറ്റവും വലിയ വിപ്ലവമേരെന്ന് ചോദിച്ചാൽ ആ സമയത്ത് ഞാൻ 1000 വട്ടം ഒരു ഖുർആൻ പഠിതാവെന്ന രീതിയിൽ മറുപടി പറയും. ആദ്യത്തെ ആയത്ത് തന്നെ അള്ളാഹുവിന്റെ ഖുർആൻ സാധിച്ച വിപ്ലവമാ. കാരണം അബൂജഹലിനോടും മുത്തുബത്തിനോട് ശൈബത്തിനോടും പടച്ചറപ്പിനെ പരിചയപ്പെടുത്തുമ്പോ അള്ളാഹു പറഞ്ഞത് ആകാശത്തെ സൃഷ്ടിച്ച റബ്ബെന്നല്ല, ഭൂമിയെ സൃഷ്ടിച്ച റബ്ബെന്നല്ല, ഭുവനത്തെയും ഗഗനത്തെയും ആകാശലോകത്തിന്റെ താരാപഥങ്ങളെയും നെബൂലകളെയും ഗാലക്സികളെയും ചന്ദ്രനെയും എന്ന് വേണ്ട, ഈ കാണുന്ന അഖില ലോക ബ്രഹ്മാണ്ട കടാകത്തിന്റെ ഉള്ളിൽ കണ്ണു തുറന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു വസ്തുവിനെ പരിചയപ്പെടുത്താണ് അള്ളാഹുവിന്റെ ഖുർആനിലെ ആദ്യത്തെ ആയത്തിറങ്ങിയടങ്ങനെയാ. ഒരു ഭ്രൂണത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചെടുത്ത അള്ളാഹുവിന്റെ ഖുർആൻ ആദ്യമായി പേരെടുത്ത് പറഞ്ഞ വസ്തു കലമല്ല, അത് പേനയല്ല, പേനയല്ല, പേനയല്ല. ഏതൊക്കെയോ പ്രവാചകന്മാര് പണ്ട് മുതലേ പറഞ്ഞു കൊടുത്തൊരു അസത്യമാണത്. അള്ളാഹുവിന്റെ ഖുർആൻ ആദ്യമായി പേരെടുത്ത് ലോകത്തോട് പറഞ്ഞ വസ്തു പേനയല്ല. പിന്നെയോ ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഭ്രൂണത്തെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. ഭ്രൂണത്തെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. അല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഒരു ഭ്രൂണത്തിൽ നിന്ന് അലക്കെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? കടിച്ചു പിടിച്ചു കിടക്കുന്ന എന്തോ ഒരു വസ്തു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ചിന്തിക്കുവാൻ മനസ്സിന്റെ ജാലകങ്ങൾ തുറക്കുമെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആനിനെ പഠിച്ചുകൊള്ളുക. ഒരു സർവകലാശാലയുടെ ബിരുദം നേടിയിട്ടില്ലാത്ത, ഒരു പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ കടന്നിട്ടില്ലാത്ത ഡെയിലിറ്റേറ്റ് പ്രൊഫറ്റോ ഫറേബ്യ അർണോൾഡ് ജോസഫ് ടോയൻബിയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ നിരക്ഷരനായ പ്രവാചകൻ ആമിനയുടെ മുത്തുപോൽ ഒരു മെഡിക്കൽ കോളേജിൽ പോയി ഒരു മനുഷ്യ ശരീരം കീറി നോക്കിയിട്ടില്ല. ആ പ്രവാചകനാണ് ഓതി പറയുന്നത്. അലക്കെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ വസ്തു അലക്കാണ്. അലക്കെന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ 4 മാസം പ്രായമായ ഒരു ഭ്രൂണത്തിന്റെ അവസ്ഥ എന്താണോ ആ അവസ്ഥയുടെ പേരാണ് അലക്ക്. ലോകത്തേക്ക് വന്നപ്പോൾ തന്നെ വിസ്മയമായി കടന്നു വന്നു അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അലക്ക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്ക, നമ്മുടെ കഥയാ പറയണ, വേറൊരാളുടെ കഥയല്ല. മോനെ വോളണ്ടിയറെ വെള്ളം കൊടുക്കാനുള്ള വാളായില്ല, ചിങ്ങടൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം കുടിപ്പിച്ചാൽ മതി. ഇനി ആ വെള്ളത്തുമേലാവും. ഖുർആൻ പറയണ സമയത്ത് ശ്രദ്ധ തെറ്റാൻ പാടില്ല. തെറ്റിയാൽ പിന്നെ എല്ലാം പോവും. തെറ്റിയാൽ പിന്നെ എല്ലാം പോവും. ശ്രദ്ധ തെറ്റിയത് കൊണ്ടാണ് ആ കോഴിക്കോടങ്ങാടിയിൽ ഒരു മഹാനായ മനുഷ്യൻ കിടക്കുന്നുണ്ട്, അലാവുദ്ദീനുൽ ഹിൻസി റളിയല്ലാഹു തആല അൻഹു. പൊന്നാനിയിൽ നിന്ന് കോഴിക്കോട് വരെ വന്നപ്പോ അദ്ദേഹത്തിന്റെ മുഖം കണ്ടിട്ട് 1000 പേര് മുസ്ലിമായി. അലാവുദ്ദീനുൽ ഹിൻസി റളിയല്ലാഹു കോഴിക്കോടങ്ങാടിയിൽ കിടപ്പുണ്ട്. ഇതൊക്കെ വെറുതെ ആളുകളല്ല. പൊന്നാനിൽ നിന്ന് കോഴിക്കോട് വരെ അദ്ദേഹം യാത്ര ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ മുഖം കണ്ടിട്ട്, ചില ആളുകളുടെ മുഖം കണ്ടാൽ മുസ്ലിമാകും. സീമാകും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. അവരുടെ മുഖത്തിൽ സുജൂദിന്റെ അടയാളമുണ്ട്. അവരുടെ മുഖം കണ്ടിട്ട് 1000 പേര് മുസ്ലിമായി. എന്നാൽ അതേ സമയത്ത് കുറ്റിപ്പുറത്ത് നിന്ന് കോഴിക്കോട് വരെ സഞ്ചരിച്ച ആളാണ് മിസ്റ്റർ ചേകന്നൂർ. അയാളെ കണ്ടിട്ടുള്ള മുസ്ലിങ്ങളെ കൂടെ അയാൾ കാഫറാക്കി. എന്തുകൊണ്ട്? അയാൾ ഖുർആൻ ശ്രദ്ധിച്ചു കേട്ടിട്ടില്ല. ആ മനുഷ്യന്റെ കബറ് തോണ്ടിയപ്പോഴാണ് നായയുടെ 2 എല്ല് കിട്ടിയത്. അതേ കിട്ടൂ, ഞാൻ ഖുർആൻ വെച്ച് സമർപ്പിച്ചു തരാം. നിങ്ങൾ ഇടയ്ക്ക് എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞില്ലെങ്കിൽ. ചേകന്നൂരിന്റെ കബറ് തോണ്ടിയാൽ നായയുടെ എല്ലേ കിട്ടൂ. ഖുർആൻ തെളിവാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് നടക്കുന്ന സംഭവത്തെ കുറിച്ച് ഖുർആനിന്ന് മറുപടി ഇടയ്ക്ക് നിങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചാൽ മതി. ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല, വിഷയം മാറിപ്പോ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. ചേകന്നൂരിന്റെ കബറ് തോണ്ടിയാൽ നായയുടെ എല്ലേ കിട്ടൂ, ചേകന്നൂരിന്റെ എല്ല് കിട്ടില്ല എന്നാണ് ഖുർആൻ. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. ഇതൊക്കെ എന്റെ ചിന്തയാണ്. ബുഖാരിയിലും മുസ്ലിമും ഉണ്ടോ എന്ന് ചോദിച്ചില്ല. അള്ളാഹുവിന്റെ ഖുർആൻ ആദ്യം തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ ഇറങ്ങിയപ്പോൾ ആദ്യം ഖുർആൻ പറഞ്ഞ വസ്തു ഒരു സ്ത്രീയുടെ ഗർഭാശയത്തെ കുറിച്ചാ. പിന്നെ എന്താ ഖുർആൻ പെണ്ണിന് സ്ഥാനം കൊടുത്തില്ലെന്ന് പറയാ? ആദ്യം പറഞ്ഞത് പെണ്ണെ അലക്ക് എന്ന് പറഞ്ഞാൽ
ഡോക്ടർമാരോട് ചോദിച്ചാൽ പറയും ദ സംതിങ് വിച്ച് ഈസ് ക്ലിങ്ങിങ്, കടിച്ചു പിടിച്ചു തൂങ്ങിക്കിടക്കുന്ന ഒരു സാധനം. ഉമ്മാടെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ ദ സംതിങ് വിച്ച് ഈസ് ക്ലിങ്ങിങ്, കടിച്ചു പിടിച്ചു തൂങ്ങിക്കിടക്കുന്ന സാധനം കൊളയട്ട. കൊളയട്ട കണ്ടിട്ടില്ലേ? നിങ്ങൾ എന്ത് മനുഷ്യന്മാരാ? മൂന്നാറിൽ പോയപ്പോ അച്യുതാനന്ദൻ ആസനത്തിന്റെ താഴെ കടിച്ച സാധനം അതാണ് കൊളയട്ട. അത് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ പിടിച്ചു തൂങ്ങിക്കിടക്കും, അതിനെ പിന്നെ വലിച്ചെടുക്കാൻ പറ്റില്ല. ഉമ്മാടെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ ആദ്യം തന്നെ ഒരു മനുഷ്യനും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അലക്കിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇത്രയേറെ അത്ഭുതകരമായി ഒരു മനുഷ്യത്തിന്റെ തുടക്കം പറഞ്ഞ ഒരു ഗ്രന്ഥം വേറെയില്ല. കാരണമേടാ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ തുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മകീൻ. അള്ളാഹു പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളേക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ പെങ്ങളെ, ഗർഭിണിയായ ഒരു പെണ്ണിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ നടക്കുന്ന അവസ്ഥയെ ഖുർആൻ 3 ആയത്തിൽ പറയുകയാ. 9 മാസവും 10 ദിവസവും കൊണ്ട് നടക്കുന്ന ഗർഭധാരണത്ത് ആമിനിനെ മുത്തുമോൻ അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിലിരുന്നിട്ട് 2% സാക്ഷരതയില്ലാത്ത ജനതയോട് പറയുകയാ, കളിമണ്ണിന്റെ സത്തയിൽ നിന്നല്ലയോ മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചത്. ആ കളിമണ്ണിന്റെ സത്തയിൽ നിന്നും ആ പിതാവിന്റെ മുതുകിന്റെ ഭാഗത്തേക്ക് വന്ന് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്, ഒരു പിതാവിന്റെ മുതുകിൽ നിന്ന് ഇന്ദ്രിയത്തുള്ളിയായി, ആ ഇന്ദ്രിയത്തുള്ളി പിന്നീട് പിതാവിന്റെ ലൈംഗിക അവയവത്തിൽ നിന്ന് ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് ഒരു പുരുഷൻ ഒരു പ്രാവശ്യം ശ്രവിക്കുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ 20 കോടി വരെ 40 കോടി വരെ ബീജങ്ങൾ ഉണ്ടാകുമെന്ന കണക്ക്. 20 കോടി മുതൽ 40 കോടി വരെ ബീജങ്ങൾ. ബീജമെന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമാ. ഒരു മട്ടുസൂചിയുടെ അഗ്രത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത 20 കോടിയോളം ബീജങ്ങളുമായി ഉമ്മാടെ ഗർഭാശയത്തിലേക്ക് കടന്നു വരുമ്പോ 10 സെന്റിമീറ്റർ നീളമുള്ള 8 സെന്റിമീറ്റർ വീതിയുള്ള 140 ഗ്രാം തൂക്കമുള്ള ഉമ്മാന്റെ അണ്ടാശയത്തിന്റെ ഉള്ളിലേക്ക് 40 കോടിയോളം വരുന്ന ബീജത്തിന്റെ പട വരുമ്പോ അതിൽ നിന്ന് 39,99,999 ബീജങ്ങളെ നശിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഒരേ ഒരു ബീജത്തെ മാത്രം ഉമ്മാടെ ഗർഭാശയത്തിന്റെ ഉള്ളിലെ പോലെ ഇരിക്കുന്ന ഭാഗത്തൂടെ കടത്തിവിട്ടിട്ട് ആ കടത്തിവിടുന്ന ബീജം 2 കോശങ്ങളായി വിഭജിക്കപ്പെട്ടാൽ, ഞാനിത് പറയുന്നത് മൻസൂർ ഹോസ്പിറ്റലിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്, പ്രിയപ്പെട്ട MD അടക്കമുള്ള മൂസാക്ക് മുഹമ്മദ് കുഞ്ഞി സാഹിബ് അടക്കമുള്ള ആളുകളുണ്ട്. മൻസൂർ ഹോസ്പിറ്റലിന്റെ ഡോക്ടർമാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഒരു കോശമായി 2 കോശമായി വിഭജിക്കുകയാ. 2 കോശമായി വിഭജിക്കുമ്പോഴാണ് ഗർഭാശയത്തിന് ഇരട്ട കുട്ടികൾ ഉണ്ടാവുക. ഒരൊറ്റ കോശമായി വിഭജിച്ചു കഴിഞ്ഞാൽ പൊന്നുമോനെ 3-ാം മാസത്തിന് 4-ാം മാസത്തിന് സ്കാനിങ് നടത്തുന്നത് എന്താ? അള്ളാഹു പറയുകയാ, അവിടേക്ക് കടന്നു ചെന്ന് കോശമായി വിഭജിക്കപ്പെട്ട് ആ കോശം പിന്നെ ആദ്യത്തെ 40 ദിവസം സുമ്മ ഖലഖ്നൽ നുത്ഫത അലഖ ഫഖലഖ്നൽ അലഖത മുളഗ ഫഖലഖ്നൽ മുളഗത ഇളാമാ. ആദ്യത്തെ 40 ദിവസം ആ ഇന്ദ്രിയത്തുള്ളിയുടെ പേര് അരക്കെന്നാണ്, മാംസപിണ്ഡവ്. തുമ്മ ഖലഖ്നൽ അലഖത മുളഗ, പിന്നീട് 40 ദിവസം കഴിയുമ്പോൾ അതിന്റെ പേര് മുളകയല്ല. മൻസൂർ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിയുടെ ഡോക്ടർ ഉണ്ടെങ്കിൽ നാളെ രാവിലെ പെങ്ങളെ ചോദിച്ചു നോക്കുക, ഗർഭാശയത്തിന് 120 ദിവസം പ്രായമായ കുഞ്ഞിന്റെ അവസ്ഥയേടാ, 80 ദിവസം പ്രായമായ കുഞ്ഞിന്റെ അവസ്ഥയേടാ. അത് ഏതെങ്കിലും ഇറച്ചി കഷണം കടിച്ചിട്ട് ചവച്ചിട്ട് തുപ്പിക്കളയുന്നത് പോലെ അങ്ങനെ ഒരു അവസ്ഥയിലാ കിടക്കുക. 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ അബൂജഹലിന്റെ മുമ്പിൽ ഓതി കേൾപ്പിക്കുകയാ. തുമ്മ ഖലഖ്നൽ മുളഗ, മലക എന്ന് പറഞ്ഞാൽ ചവച്ച് കടിച്ചു തുപ്പിയ സാധനം. മുത്തുനബിയേ മുത്തുനബിയേ മുത്തുനബിയേ, അങ്ങേക്കായിരം സലാം നബിയേ. 80 വയസ്സ് പ്രായമായ കുഞ്ഞിനെ കുറിച്ച് കടിച്ച് ചവച്ച് കിടക്കുന്ന ഒരു രൂപമെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് പ്രവചിച്ചു കൊടുത്ത അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ 120 ദിവസമാകുമ്പോ പിന്നെ അതിന് വളർച്ചയെത്തുകയാ. എല്ലുകൾ ഉണ്ടായിട്ട് ആ എല്ലുകളുടെ മുകളിൽ മാംസം പൊതിഞ്ഞിട്ട് അവിടെയാ മനുഷ്യരൂപം പ്രാപിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഇത് നിങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞതാണ്.
അത് നിങ്ങളെ കുറിച്ച് പറഞ്ഞടാ. 40 ദിവസം പ്രായമായി വന്നു റൂഹൂദി കുട്ടിന്റെ കൈ വളരുകയാ, കാല് വളരുകയാ. ഏറ്റവും വലിയ അത്ഭുതമേടെന്നറിയുമോ? ആ സമയത്ത് ഗർഭിണിയായ മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ടടിച്ചാൽ ആ കുഞ്ഞിന് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. പുകവലിച്ചിട്ട് ക്യാൻസർ വരുമെന്ന് പറയാറുണ്ടായിരുന്നു, മുറുക്കിയിട്ട് ക്യാൻസർ വരുമെന്ന് പറയാറുണ്ടായിരുന്നു. മലബാർ RCCയിൽ കിടക്കുന്നുണ്ട്. ജനിച്ചിട്ട് 5 ദിവസമായ കുഞ്ഞിന് ക്യാൻസർ ആണത്രേ. ആ കുഞ്ഞെവിടെയാണ് പുകവലിച്ചത്? ആ കുഞ്ഞെവിടെ പോയിട്ടാണ് മുറുക്കിയത്? അന്തരീക്ഷത്തിന്റെ ഫാക്ടറികളുടെ മലിനജനങ്ങൾ, അന്തരീക്ഷത്തിലെ ഓസോൺ പാളികൾക്ക് സുഷിരമുണ്ടായപ്പോ സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് പഠിക്കാൻ തുടങ്ങി. ഓസോൺ പാളികൾക്ക് സുഷിരമുണ്ടായപ്പോ അൾട്രാവയലറ്റ് രശ്മികൾ ഗർഭിണിയുടെ ശരീരത്തിൽ നേരിട്ട് പതിച്ചാൽ കുഞ്ഞിന് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് കിടക്കുമ്പോ 3 ആവരണങ്ങൾ കൊണ്ട് പൊതിയുകയാ. പെങ്ങളെ, കുഞ്ഞു പ്രസവിച്ച് കഴിഞ്ഞിട്ട് വെയിലേൽക്കാട് കയ്യിലിരിക്കുന്ന തുണി കൊണ്ട് നിന്റെ പൊന്നോമനയെ പൊതിഞ്ഞു വെക്കുന്നത് പോലെ ഗർഭാൽ അല്ലാഹു 3 ഭിത്തികൾ കൊണ്ട് പൊതിയുകയാ. ഡോക്ടർമാരോട് പറഞ്ഞാൽ പറയും ആംനിയോൺ, കോറിയോൺ, പ്ലാസന്റ. ആംനിയോണ്, കോറിയോണ്, പ്ലാസന്റ, ഇങ്ങനെ പേരിട്ട 3 ഭിത്തികളിലെ ഗർഭസ്ഥ ശിശുവിനെ പൊതിഞ്ഞു വെക്കുകയാ. 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ഓതി കേൾപ്പിക്കുകയാ. യഖ്ലുഖുകും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാതിൻ സലാത്ത്. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോ 3 ആവരണങ്ങൾ നിങ്ങൾക്ക് തന്നത് അള്ളയല്ലയോ? അള്ളാഹുവിന്റെ ഖുർആൻ മനസ്സിലാവണണ്ട? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കുട്ടിയെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് 3 ആവരണത്തിലാണ്. മൻസൂർ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിയോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. അതിന്റെ പേര് ആംനിയോൺ, കോറിയോൺ, പ്ലാസന്റ. 3 ഭിത്തിയിലാണ് ഉമ്മയുടെ ഗർഭത്തിലെ കൺമണി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പൊത്തിപ്പിടിക്കുക. അതിന്റെ ഉള്ളിൽ നിന്റെ ഗർഭാശയത്തിൽ കിടക്കുമ്പോ അള്ളാഹു 3 തുണി, ആംനിയോൺ, കോറിയോൺ, പ്ലാസന്റ. 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ഓതുകയാ. യഖ്ലുഖുകും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാതിൻ സലാത്ത്. ഫീ ദുലുമാതിൻ സലാത്ത്. 3 ആവരണത്തിൽ നിങ്ങൾ പൊതിഞ്ഞു വെച്ചതാരാ? ഈ ഖുർആൻ ലോകത്ത് ഏത് വിപ്ലവമാ സാധിച്ചത്? പഠിക്കും മനുഷ്യന്മാരെ. മനസ്സിലാവണുണ്ടോ? ഇല്ലേ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഭ്രൂണശാസ്ത്രം ഖുർആൻ പറഞ്ഞതുപോലെ ലോകത്ത് പറഞ്ഞ ഒരു ഗ്രന്ഥം വേറെയില്ല. എനിക്ക് സമയമില്ലാത്തത് കൊണ്ടും ഏറെ നേരം ഇത് പറയാൻ കഴിയാത്തത് കൊണ്ടും ഞാൻ എന്റെ വാതിലേക്ക് കിടക്കുക. അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു ബോധം തരട്ടെ. അതുകൊണ്ട് ഇത് തൊട്ടുമുത്താൻ മാത്രമല്ല, ലോകത്തോട് സംവദിക്കാൻ കഴിയുന്ന ഖുർആൻ നോക്കിയിട്ടൊരു ശാസ്ത്രജ്ഞൻ ഉണ്ടാവണം, ഖുർആൻ നോക്കിയിട്ടൊരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടാവണം, ഖുർആൻ നോക്കിയിട്ടൊരു ഡോക്ടർ ഉണ്ടാവണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ ഭ്രൂണശാസ്ത്രം മുതൽ എന്ന് വേണ്ട ഖുർആൻ പറയാത്ത ശാസ്ത്രമൊന്നുമില്ല. 1-2 ഞാൻ പറയാം, എന്നിട്ട് പരലോകത്തിലേക്ക് കിടക്കും. ഇത് രണ്ടും പറയൽ ഒരു വലിയ വെല്ലുവിളിയാണ്. അള്ളാഹു ബോധം തരട്ടെ. ആമീ പറ മനുഷ്യന്മാരെ. ഇതുകൊണ്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരൻ പറഞ്ഞത്, ഖുർആൻ വെല്ലുവിളിച്ചില്ല, ഇതിനു പകരം നിങ്ങളൊരു സൂറത്ത് കൊണ്ടുപോവാ. അവസാനം വലീദ് ബിൻ റബീഅ എന്ന അവിടുത്തെ ഏറ്റവും വലിയ സാഹിത്യകാരന്റെ കയ്യിൽ അബൂജഹൽ പോയിട്ട് പറഞ്ഞു, ഖുർആനിൽ ഏറ്റവും ചെറിയൊരു സൂറത്തുണ്ട്, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, അതിന് പകരം ഒരു സൂറത്ത് കൊണ്ടുപോവാ. അയാൾ പേപ്പർ എടുത്തിട്ട് എഴുതാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞ് അബൂജഹലും കൂട്ടരും ഖുർആന് പകരമുള്ള ഒരു ഗ്രന്ഥം ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതി പോകുമ്പോൾ അയാളുടെ മുമ്പിൽ പേപ്പറുകൾ കുന്നുകൂടി കിടക്കുക. ആ സമയത്ത് ചോദിച്ചു, വലീദ് ബിൻ റബീഅ, നിങ്ങൾ സൂറത്തുൽ കൗസറിന് പകരം വെക്കുന്ന ഒരു സൂറത്ത് എഴുതിയോ? അദ്ദേഹത്തിന്റെ പേപ്പർ എടുത്തു നോക്കിയപ്പോ അതിനകത്ത് ഒരാഴ്ച കൊണ്ട് എഴുതി വെച്ചത് എന്താ? ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ മാ ഹാദാ ഖൗലുൽ ബശർ. 3 ആയത്ത് എഴുതി. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ അതെഴുതിയിട്ട് ഒരാഴ്ച കൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരൻ എഴുതി വെച്ചു, മാ ഹാദാ ഖൗലുൽ ബശർ, ഇതൊരു മനുഷ്യന്റെ വാക്കല്ല, ഇതൊരു മനുഷ്യന്റെ വാക്കല്ല, ഇതിന് പകരം എഴുതാൻ എന്നെ കൊണ്ട് കഴിയില്ല. 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ വെല്ലുവിളിച്ചില്ലേ, ഫഅ്തു ബി സൂറത്തിൻ മിൻ മിസ്ലി, ഫഅ്തു ബി ആയത്തിൻ മിൻ മിസ്ലി. ഖുർആനിലെ ഏറ്റവും ചെറിയ ആയത്ത് സൂറത്ത് റഹ്മാനിലെ മുദ്ഹമ്മത്താൻ, അതിന് പകരം വെക്കാൻ പറ്റുന്ന ഒരു ആയത്ത് എഴുതാൻ പറഞ്ഞിട്ട് ലോകത്തുനിന്ന് പോയി, ഹിപ്പോക്രാറ്റിസ് പോയി, ഗഥേ വന്നു,
ബിതോവൻ വന്നു. മൂൺലൈറ്റ് ഓഫ് സാറ്റ് എന്ന സംഗീത സാന്ദ്രമായ ലോകത്തിൽ നൽകിയ ഗഥേ വന്നു. ബിതോവൻ വന്നു. ഐസക് ന്യൂട്ടൻ വന്നു. കോപ്പർനിക്കസ് വന്നു. നിമിഷകവികൾ വള്ളത്തോളുമൊക്കെ കടന്നുപോയി. ഒരു ആൺകുട്ടി ഇതേവരെ ഖുർആനിന് പകരം വെക്കുന്ന ഒരു ആയത്തെഴുതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ലോകത്തെ മുഴുവനും വെല്ലുവിളിച്ചൊരു ഗ്രന്ഥത്തിന്റെ ഉടമകളെ, നിങ്ങൾ എന്തുകൊണ്ട് ഖുർആനിനെ മനസ്സിലാക്കിയില്ല? ആ ഖുർആനിലേക്ക് നിങ്ങളുടെ പഠനം പോയില്ല. ലോകത്തോട്ട് കടന്നു വന്ന മുഴുവൻ ആളുകളും ഇന്നും ജീവിച്ചിരിക്കുന്ന ഖുർആന്റെ അത്ഭുതങ്ങളുണ്ട്. പറഞ്ഞുതരട്ടെ, ഇന്ന് നിങ്ങൾക്ക് പോയി കാണാം. കായുണ്ടെങ്കിൽ പോയി കാണീൻ. ഈ കായ് മുഴുവനും ഇവിടെ റൈസിംഗ് നടത്താനും ഇവിടെ കല്യാണം നടത്താനും ഉള്ളതല്ല. ഇന്നും എന്നോട് സുഹൃത്ത് അഷ്റഫ് സാഹിബ് പറഞ്ഞു, ഉച്ചയ്ക്ക് കാഞ്ഞങ്ങാട് കല്യാണത്തിന് പോയപ്പോ വരനെ കൊണ്ടുപോയ ആളുകൾ റോഡ് തന്നെ ബ്ലോക്ക് ആക്കിയത്രേ. പോലീസ് വന്നിട്ട് എല്ലാവരെയും കേസെടുക്കുകയും ചെയ്തു. ഇതിനല്ല അള്ളാഹു കാശ് തന്നത്. ഖുർആന്റെ ദൃഷ്ടാന്തം കാണാനാണ്. ഞാൻ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തം പറഞ്ഞുതരാം. കാശുള്ളവര് പോയി കാണീൻ. പോവോ? കാഞ്ഞങ്ങാടല്ല. ഖുർആൻ പറയാത്തതൊന്നുമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഖുർആൻ പറഞ്ഞ ആയുർവേദം, ഖുർആൻ പറഞ്ഞ ഭക്ഷണം, എന്തൊക്കെ രസകരമാണ് ഖുർആൻ പഠിക്കാൻ പോയാൽ. പക്ഷെ അതിന് ഇങ്ങനെയുള്ള സദസ്സുകൾ മതിയാവില്ല. ക്യാപ്റ്റൻ ജാക്ക് കസ്റ്റോ, ലോകം കണ്ട ഏറ്റവും വലിയ സമുദ്രശാസ്ത്രജ്ഞന, സമുദ്ര ഗവേഷണം നടത്തുന്ന ആൾ. അദ്ദേഹം മെഡിറ്ററേനിയൻ സീയും കാസ്പിയൻ സീയും രണ്ടും കൂടി ഒരുമിച്ച് കൂടുന്ന ഭാഗത്തു കൂടി യാത്ര ചെയ്യുകയാണ്. ആ യാത്രാമധ്യേ കപ്പലിൽ യാത്ര ചെയ്തവേ അദ്ദേഹം കപ്പലിന്റെ അടിത്തട്ടിൽ വന്ന് ഇടതു ഭാഗത്തു നിന്നൊരൽപ്പം വെള്ളം കോരി നാക്കിൽ വെച്ച് നോക്കിയപ്പോൾ കടലിന്റെ മധ്യത്ത് നല്ല ശുദ്ധമായ ജലം. കടലിന്റെ മധ്യത്തിൽ ശുദ്ധമായ ജലം. അത്ഭുതത്തോടെ ഈ കടലിന്റെ നടുവിൽ ശുദ്ധജലമോ? അദ്ദേഹം മറുഭാഗത്ത് തൊട്ടടുത്ത ഭാഗത്ത് വീണ്ടും വലത്തെ കുമ്പിൽ കൈകൊണ്ട് വെള്ളം കോരി നാവിലേക്ക് വെക്കുമ്പോൾ ആ വെള്ളത്തിന് നല്ല ഉപ്പ് രസം. ഒരേ സ്ഥലത്ത് തന്നെ കടലിൽ ഇടതി കൈ കൊണ്ട് കോരുമ്പോ ശുദ്ധജലം, വലത്തെ കൈ കൊണ്ട് കോരുമ്പോ ഉപ്പ് രസം. കടലിൽ സംഭവിക്കോ? അങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കോ? ഈ കടപ്പുറത്ത് മുഴുവൻ ജീവിക്കണം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്നാ മറുപടി ഇല്ലാത്ത ഉണ്ടാവോ? ഉണ്ടാവുകയില്ല. പക്ഷേ ക്യാപ്റ്റൻ ജാക്ക് കസ്റ്റോ ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാ. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. ഇതെന്ത് പരിഭാസമാ! അലറിയെടുക്കുന്ന തിരമാലകൾ കരയിലേക്ക് പ്രക്ഷുബ്ധമായി ആഞ്ഞെടുക്കുന്ന ഈ കടലിന്റെ നടുവിൽ ഒരു ഭാഗത്ത് ശുദ്ധജലവും ഒരു ഭാഗത്ത് ഉപ്പുരസവുമാ. അദ്ദേഹം തന്റെ ഗവേഷണ നിരീക്ഷണ പരീക്ഷണ മനനങ്ങളിലൂടെ നടന്നു പോകുമ്പോ ശാസ്ത്രലോകത്തിന് ആ സമസ്യക്കൊരു ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അവസാനം അദ്ദേഹം മതഗ്രന്ഥങ്ങള് പരതാടുടങ്ങി. ആ മനുഷ്യൻ ക്രിസ്തീയ മതവിശ്വാസിയായ ജാക്ക് കസ്റ്റോ ബൈബിള് തുറന്നു നോക്ക്. ആ ബൈബിളിൽ ഈ സമസ്യക്കൊരു ഉത്തരമില്ല. ഗലീലിയോ കടലെടുക്ക് നടന്നു പോയ യേശു ക്രിസ്തുവിന്റെ കഥ ബൈബിള് പറയുന്നുണ്ട്. പക്ഷേ ഈ സമസ്യക്കൊരു ഉത്തരമില്ല. ജൂതന്മാരുടെ ഗ്രന്ഥമായ തോറ നോക്കി തോറയിലുമില്ല. ലോകത്തുള്ള മുഴുവൻ പ്രാമാണികരമായ ഗ്രന്ഥങ്ങളിലൂടെ നടന്നു പോകുമ്പോ ആ സമസ്യക്കൊരു ഉത്തരം കാണാൻ കഴിയാതെ അവസാനം ക്യാപ്റ്റൻ ജാക്ക് കസ്റ്റോ വിശുദ്ധമായ ഖുർആൻ പരതുകയോ. ആ ഖുർആന്റെ തുടക്കം മുതൽ അവസാനം വരെ പരതി വരുമ്പോ അവസാനം അദ്ദേഹത്തിന് സൂറത്തുൽ ഫുർഖാനിനെ ഒരായത്ത് കണ്ണിൽ പെടുകയാ. അദ്ദേഹം വിശുദ്ധമായ ഖുർആനിലോതി വഹുവല്ലദീ മറദൽ ബഹറൈനി ഹാദാ അദബുൻ ഫുറാജുൻ വഹാദാ മിൽഹുൻ നുജാർ വജഅല ബൈനഹുമാ ബർസഖൻ വഹിജ്റൻ മഹ്ദൂറാ. വഹുവല്ലദീ അല്ലാഹയാരെന്നറിയോ? കാസർഗോഡ് ചെറുപ്പക്കാരി വഹുവല്ലദീ അല്ലാഹയാരെന്നറിയുമോ? അല്ലദീ മറദൽ ബഹറൈനി, അവൻ രണ്ട് കടലുകളെ ചേർത്തൊടുക്കിയവനാ. അവൻ രണ്ട് കടലുകളെ ചേർത്തൊടുക്കിയവനാ. ആ രണ്ട് കടലിൽ ഒരു കടൽ ആദാബുന് ഫുറാർ, ഒരു ഭാഗത്ത് ശുദ്ധജലമാ. വഹാദാ മിൽഹുൻ നുജാർ, മറുഭാഗത്ത് ഉപ്പുജലവുമാ. ഈ ശുദ്ധജലവും ഉപ്പുജലവും തമ്മിൽ പരസ്പരം കൂടുന്നില്ല. കാരണം വജഅല ബൈനഹുമാ ബർസഖൻ വഹിജ്റൻ മഹ്ദൂറാ. ആ രണ്ട് കടലുകളുടെ ഇടയിൽ ഞാൻ എന്റെ
കുതിരത്തിന് മറയിട്ടിരിക്കുകയാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കാസ്പിയൻ കടലിലും മെഡിറ്ററേനിയൻ കടലിലും ഇന്നും കാണുന്ന അത്ഭുതം വിനീതനായ അഹ്മദ് കബീർ കാഞ്ഞങ്ങാട് പ്രസംഗിക്കുമ്പോ ഈ ജനുവരി 18 തീയതി പാതിരാ സമയത്തും ഇപ്പോഴും ഈ അത്ഭുതം കാസ്പിയൻ കടലിൽ അലപിടിക്കുകയാ. ഇത് വായിച്ച കാസ്തവോ പറഞ്ഞുപോയി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇന്നുമുണ്ട് കാസ്പിയൻ കടലിൽ. ഖുർആൻ ഇന്നലത്തെ ഗ്രന്ഥമല്ല, ഇത് നാളെയുടെ ഗ്രന്ഥമാണ്. ഇന്നും കാസ്പിയൻ കടലിൽ ഈ അത്ഭുതം നിലനിൽക്കുന്നുണ്ട്. അള്ളാഹു കാണാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ വെല്ലുവിളിക്കുകയാണ്, സംവദിക്കേണ്ടവർക്ക് സംവദിക്കാം. ഖുർആൻ പറഞ്ഞത് ഐതിഹ്യമല്ല, കഥയല്ല, മിത്തല്ല. ഇന്നുമുണ്ട്, ആവശ്യമുള്ളവർ പോയി കാണി. ഈ ഗ്രന്ഥമാണ് നമ്മുടെ വീട്ടിലെ അലമാരയിൽ ഇരിക്കുന്നത്. അള്ളാഹു ബോധം തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. ഇനി പരലോകത്തിന്റെ വലിയ സിറാത്തും മീസാനും ഒക്കെ വരാനിരിക്കുന്നുള്ളൂ. നമുക്ക് ഓരോന്നായി ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ. ഇവിടെ മോനെ, നിങ്ങളൊക്കെ കുട്ടികളുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ ഞാനൊരു ഖുർആൻ പ്രഭാഷകനാണ്. എന്റെ ജീവിതത്തിന്റെ ഒരേ ഒരു ദൗത്യം ഈ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കലാണ്. എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട്, ഉമ്മമാർക്ക് മക്കളെ പഠിപ്പിക്കണമെങ്കിൽ, നമ്മൾ ഏതൊരു രാജ്യത്തെക്കുറിച്ച് പറയണമെങ്കിലും, ഏതൊരു രാജ്യത്തെക്കുറിച്ച് പറയണമെങ്കിലും ആ രാജ്യത്തെ നമ്മൾ അറിയുന്നത് ഇന്ത്യ, വിസ്തീർണം. ആദ്യം പറയും ജനസംഖ്യ. ഒരു രാജ്യത്തെ അറിയണമെങ്കിൽ ആദ്യത്തെ ബയോഡാറ്റ ഏതാ? ജനസംഖ്യയല്ലേ? ഇന്ത്യയിലെ ജനസംഖ്യ ഇന്ത്യയിലെ ജനസംഖ്യ 120 കോടി. അവിടെ ന്യൂനപക്ഷം, മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ് മുസ്ലിം സമുദായം. ഈ അടുത്ത സമയത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എംപിമാരൊക്കെ പറഞ്ഞ ഹിന്ദു പെണ്ണുങ്ങൾ 4 വെച്ച് പ്രസവിക്കണം, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ മൂത്രമൊഴിച്ചാൽ നമ്മൾ മുഴുവനും ഒലിച്ചു പോകുമെന്ന് ഡൽഹിയിലും കേരളത്തിലെ ശശികല അടക്കമുള്ള ആളുകൾ പ്രസംഗിച്ചു. കാരണം എന്താ? കല്യാണി ഖദീജ 1 പറയുമ്പോ കല്യാണി 4 പറയണം, ഇല്ലെങ്കിൽ മുസ്ലിം ജനസംഖ്യ കൂടും. അവസാനം മുസ്ലിങ്ങൾ മൂത്രമൊഴിച്ചാൽ ഹിന്ദുക്കൾ ഒടുങ്ങി പോകുന്ന പറഞ്ഞത്. എന്റെ ഹൈന്ദവ സഹോദരങ്ങളെ, ശശികല നിങ്ങൾ വെറും പച്ചക്കള്ളം പറഞ്ഞിട്ട് പറ്റിക്കുന്നതാണ്. കല്യാണി 10ഉം ഖദീജ 1ഉം വെച്ച് പറ്റാൻ തന്നെ ഇനി ഈ മുസ്ലിം ന്യൂനപക്ഷം ഹിന്ദു ഭൂരിപക്ഷത്തെക്കാൾ എത്തണമെങ്കിൽ 621 കൊല്ലം കഴിഞ്ഞാലേ എത്തുള്ളൂ. 621 കൊല്ലം കഴിഞ്ഞാലേ ഖദീജ 1ഉം കല്യാണി 10ഉം വെച്ച് പ്രസവിച്ചാൽ 621 കൊല്ലം കഴിഞ്ഞാലേ ഈ ന്യൂനപക്ഷം ഭൂരിപക്ഷമാവുകയുള്ളൂ. വെറുതെ നമ്മുടെ മതേതരത്വത്തിന്റെ പാരമ്പര്യങ്ങളെ പച്ചക്കള്ളം പറഞ്ഞിട്ട് ഹൈന്ദവ സഹോദരങ്ങൾ വെറുതെ ഇളക്കി വിടുകയാണ്. ശശികല അടക്കമുള്ള ആളുകൾ അവർക്കറിയാത്തത് കൊണ്ടാണ്. അള്ളാഹു മാന്യമായ രീതിയിൽ പ്രതികരിക്കാൻ തൗഫീക്ക് നൽകട്ടെ. 621 വർഷമായാലേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂചിപ്പിച്ചെന്ന് മാത്രം. കാരണം ജനസംഖ്യയാണ് ഒരു രാജ്യത്തെ അറിയാനുള്ള ആദ്യത്തെ മാനദണ്ഡമെങ്കിൽ ആദ്യമായി ജനസംഖ്യാശാസ്ത്രം ലോകത്ത് പറഞ്ഞ ഒരൊറ്റ ഗ്രന്ഥമേയുള്ളൂ, വിശുദ്ധ ഖുർആൻ. എവിടെ? ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നീനവ എന്ന രാജ്യത്തേക്ക് പറഞ്ഞു വിടുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഫഅർസൽനാഹു ഇലാ മിഅത്തി അൽഫിൻ യസീദു. ആ നീനവായിലെ ജനസംഖ്യ 1,00,000-ലധികമാണെന്ന് വിശുദ്ധ ഖുർആൻ. ആദ്യമായി ജനസംഖ്യാശാസ്ത്രം പറഞ്ഞ ഗ്രന്ഥം ഫഅർസൽനാഹു ഇലാ മിഅത്തി അൽഫിൻ. മിഅത്ത് അപ്പൊ മുഴുവൻ ഗൾഫിൽ പോയി ഉള്ളതെല്ലാം തിന്നിട്ട് ഇപ്പൊ അറിയില്ല. 100 അൽഫ് അതറിയാത്തൊരു ഉംറ വിസക്കാരൻ പോലും ഉണ്ടാവൂലല്ലോ. 100 അൽഫിൻ 100,000. അപ്പോ 1,00,000. നീനവയിലെ ജനസംഖ്യ 1,00,000 പറയാൻ കഴിഞ്ഞ ഒരു ഗ്രന്ഥം ഖുർആൻ. ഇനി നിങ്ങൾ മക്കളെ ഹാഫിളാക്കണോ വേണോ എന്ന് ചിന്തിച്ചോളി. മക്കളെ ഹാഫിളാക്കുന്ന മയ്യത്തിന് മുമ്പിൽ ഓതാന് അല്ല മോനെ, ഈ ടെക്നോളജി പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് സമയമില്ലല്ലോ. അല്ലാഹുവേ, ഏറ്റവും മുകളിൽ മുതൽ ആകാശം മുതൽ ഏറ്റവും താഴ്ന്നത് വരെ ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞ ഖുർആൻ. നീ ഏത് ഭക്ഷണമേ കഴിക്കാവൂ. ഏറ്റവും നല്ല ഭക്ഷണം ഏതാ? വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ? ഏറ്റവും നല്ല ഏതാ? നീ ബറാത്തരാവിലെ 4 യാസീൻ ഓതിയ ആളാ. നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും നല്ല ഭക്ഷണം ഏതാ? ശരീരത്തിൽ ഞാൻ ഹലാലാണോ ഹറാമെന്നല്ല എന്ന് ചോദിച്ച് എനിക്ക് 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. ശരീരത്തിന് ഏറ്റവും നല്ല ഭക്ഷണം ഏതാണ്? വെജോ നോൺ വെജോ?
വെജ്. എന്തുകൊണ്ട്? ഡോക്ടർമാര് മുഴുവനും പറയും, ഹാർട്ട് ബ്ലോക്ക് ആകാൻ നേരത്ത് അവര് പറയും ഇനി ഇറച്ചി തീറ്റ നിർത്തണം, വെജ് കഴിക്കാവൂ. ഏറ്റവും നല്ല ഭക്ഷണം വേണ്ട ശരീരത്തിന്. പാറ മനുഷ്യന്മാരെ ഉറങ്ങാതെ പെണ്ണുങ്ങളെ നിങ്ങൾ വെച്ച് ഭർത്താക്കന്മാർക്ക് കൊടുക്കും, ഭേദം കൊടുക്കാവൂ. ഏറ്റവും ശരീരത്തിന് ഏറ്റവും നല്ല വെജാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഖുർആൻ പറയുന്നു അല്ല, നോൺ വെജാണ്. എടാ ഇതുപോലും ഖുർആനിൽ നോക്കിയിട്ട് പറയണം കുട്ടികളെ. ഞാനൊരു ഗവേഷണത്തിന്റെ വാതിൽ തുറക്കാണ് നിങ്ങളുടെ മുമ്പിൽ. ഏറ്റവും നല്ല ഭക്ഷണം ഏതാ? ഇപ്പൊ എല്ലാവർക്കും ഖുർആൻ ഇഷ്ടമായിട്ടുണ്ടാവും. ഞാൻ വെജ് അതിന്റെ ഗുണം ഞാൻ പറഞ്ഞുതരാം. മുയ്യാരോട് ചോദിച്ചാലും മുയ്യാർക്ക് അത്ര ഉണ്ടല്ലോ. ഇത് ഞാൻ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ ഖുർആൻ. കലീമുല്ലാഹി മൂസാ നബി തന്റെ സമുദായവുമായി നടന്നു പോയവേ അവര് പറഞ്ഞു, മൂസാ നബിയേ വൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവാ, ഞങ്ങൾക്ക് മന്നും സെൽവയും ഇറക്കി തരാൻ പറഞ്ഞപ്പോ മൂസാ നബി അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടവർക്ക് മന്നും സെൽവയും ഇറക്കി കൊടുത്തു. മന്നും സെൽവയുമേടാ ഉമാ തറഞ്ചബീനു വതൈറു സുമാനാ, കാടപ്പക്ഷിയുടെ ഇറച്ചിയും കട്ടിത്തേനുമാണ് തിന്നാൻ കൊടുത്തത്. ഏറ്റവും നല്ല നോൺ വെജ് ഭക്ഷണം അവർക്ക് കൊടുത്തപ്പോ ബനൂ ഇസ്രായേൽ പറഞ്ഞു, പത്ര മൂസാ നബിയേ ഈ ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ട മൂസാ നബിയേ, മൂസാ നബിയേ അല്ലാഹു ബിൻ ബക്ലിഹാ വകിസായിഹാ വഫൂമിഹാ വഅദസിഹാ വബസലിഹാ, ഇത് ഞങ്ങൾക്ക് ചെറുപയറും സവാളയും ചീരയും പയറുവർഗവും മതി എന്ന് വെജിറ്റേറിയൻ ചോദിച്ചപ്പോ, നല്ല നോൺ വെജ് കൊടുത്ത് കാടപ്പക്ഷിയുടെ ഇറച്ചി കൊടുത്തപ്പോ ഞങ്ങൾക്ക് ചീരയും സവാളയും പയറുമടക്കമുള്ള വെജ് മതി എന്ന് പറഞ്ഞപ്പോ, ആ സമയത്ത് മൂസാ നബി തന്റെ ജനങ്ങളോട് ചോദിച്ചൊരു ചോദ്യം ഖുർആൻ പറയുന്നുണ്ട്. ഏറ്റവും മുന്തിയ ഭക്ഷണം അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ട് ഏറ്റവും താഴ്ന്ന ഭക്ഷണം നിങ്ങൾ